ഞങ്ങൾ ഇന്നൊരു ദീർഘയാത്രയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഇന്ന് ലിബിയുടെ പപ്പയുടെ ചേട്ടൻ അടൂരാ പുള്ളി. അപ്പം വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കാണാനായിട്ട് പോവാം. അപ്പം ആദ്യം ലിബിയുടെ വീട്ടിലോട്ട് പോകും. ലിബിയുടെ ആങ്ങളുടെ അമ്മായപ്പനാണ്. അപ്പം പുള്ളിയുടെ വണ്ടിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, അടൂരോട്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. പുള്ളിക്ക് കഴിക്കാൻ പറ്റുന്നത് ആപ്പിള്, മാതള അങ്ങനെയുള്ള ഫ്രൂട്ട്സാണ്. സോ അത് വാങ്ങിക്കുക ഇവിടെ നിന്ന്. അങ്ങോട്ട് ഇനി വണ്ടിയിൽ പോകുന്നതായിരിക്കും പാട്. 1 മണിക്കൂർ എന്ത് യാത്രയാണ്. അവർ വന്നിട്ടില്ല, അവർ വരുന്നവരെ വെയിറ്റിംഗ് ചെയ്യും. അവർ വന്നിട്ട് വേണം പോകാൻ. അവർ വന്നു. ഓക്കെ, ഞങ്ങൾ ഇറങ്ങാൻ പോകാൻ. മണി 12 മണിയായി. ഇനി നേരെ അടൂരോട്ട്. ജസ്റ്റിന് അടങ്ങിയിരിക്കണം കേട്ടോ. നമുക്ക് പോവാം. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. ഇങ്ങോട്ട് വരാന്ന് പറ. ഇരിക്കണോ ജസ്റ്റിൻ? ജസ്റ്റിനെ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ജസ്റ്റിന് തന്നെ ഇരിക്കണം. കുഞ്ഞിനെടുത്ത് ഇവിടെ പിടിച്ചിരുന്നോളാം പറ കുഞ്ഞിനോട്. ജസ്ലിൻ സ്ഥലം മാറി. അവിടെ ഇരുന്ന് ജസ്ലിൻ ഇപ്പുറത്തോട്ടെ. ജസ്ലിൻ ഉറങ്ങിപ്പോയി. അങ്ങോട്ട് പോയി. ഞങ്ങള് ഇറങ്ങാനായിട്ട് പോവാ. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. ജസ്റ്റ് ഫുൾ ഉറക്കമായിരുന്നു. യാത്രയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഞങ്ങളെല്ലാവരും വന്ന് പറഞ്ഞു. 6:29 ഞങ്ങളിനി വീട്ടിലോട്ട് പോകാനുള്ള തിരക്കില്ല. അപ്പോൾ ജസ്ലിൻ നിന്ന അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച ജസ്റ്റിന് അലമ്പൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റിന് അലമ്പൊന്നും ഉണ്ടാക്കി. ജസ്റ്റ് മിടുക്കിയായിട്ട് നമ്മുടെ കൂടെ ഇരുന്നു. അവൾക്കറിയായിരുന്നു നമ്മളിവിടെ പോകുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് അവൾ അതനുസരിച്ച് നമ്മുടെ കൂടെ നിന്ന് വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല. 2 വട്ടം ഉറങ്ങി. അങ്ങോട്ട് പോയപ്പോഴും ഉറങ്ങി, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴും ഉറങ്ങി.
സോ ഇറ്റ് വാസ് എ ഗുഡ് ഡേ വിത്ത് ദം. ആൻഡ് ആ ആളെ കണ്ടു. ആൾ മുട്ടയൊക്കെ അടിച്ചിട്ടാണ് ഇരിക്കുന്നത്, മുടി പൊഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാം. വാ പോവാം, വാ വാ. അളക്കൊന്നും ഇല്ലായിരുന്നു, മിടിക്കായിരുന്നു. രാവിലെ പോയ ഞങ്ങൾ രാത്രിയായപ്പോൾ വന്നു. That is the end of the day.